പ്രിയരെ, ബാക്ക് പാക്ക് കപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മൂന്നാർ ഗ്യാപ്പ് റോഡ് മൂന്നാറിന്റെ എല്ലാ സൗന്ദര്യവും ആവാഹിച്ചു വച്ചിരിക്കുന്ന ഒരിടം. ഇരുവശത്തും പച്ചവിരിച്ച തേയിലത്തോട്ടങ്ങൾ, അരിച്ചിറങ്ങുന്ന നനുത്ത കോടമഞ്ഞ്, പതഞ്ഞൊഴുകുന്ന കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ, വീശിയടിക്കുന്ന കാറ്റ്, പിന്നെ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന അടിപൊളി റോഡും. പുതുവർഷം കോടമഞ്ഞിന്റെ തണുപ്പോടെ വരവേൽക്കുവാനായിട്ട് മൂന്നാർ ഗ്യാപ്പ് റോഡിൽ സ്റ്റേ ചെയ്യുവാൻ പറ്റുന്ന ഒരു കിടിലൻ പ്രോപ്പർട്ടിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് കടന്നാലോ? മൂന്നാർ വന്നിട്ട് ഗ്യാപ്പ് റോഡ് കാണാണ്ട് പോകുന്നത് എങ്ങനെയാണല്ലേ? അങ്ങനെ ഗ്യാപ്പ് റോഡിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുമ്പോഴാണ് ഇവിടെ സ്റ്റേ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നിയത്. അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ച പ്രോപ്പർട്ടിയാണ് മിസ്റ്റി കോർട്ട്യാർഡ്. അപ്പൊ ഈ പ്രോപ്പർട്ടി കാണണ്ടേ? വരൂ. ഇത്തവണത്തെ മൂന്നാർ ട്രിപ്പ് ഒരു പെട്ടെന്ന് തീരുമാനിച്ചൊരു യാത്രയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റേ ഒന്നും ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടില്ല. രാവിലെ മൂന്നാറെത്തി ഞങ്ങൾ ടൗണൊക്കെ ഒന്ന് കറങ്ങി പിന്നെ ഗ്യാപ്പ് റോഡിലേക്ക് പോന്നു. ഗ്യാപ്പ് റോഡിന്റെ ഭംഗിയൊക്കെ കണ്ട് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണമെന്ന് വിചാരിച്ച് മാപ്പൊക്കെ തപ്പി കണ്ടുപിടിച്ചൊരു പ്രോപ്പർട്ടിയാണ് ദ മിസ്റ്റി കോർട്ട്യാർഡ്. എൻട്രൻസ് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിംഗ് ഏരിയ ആണ് കേട്ടോ. നല്ല കിഡിലൻ വ്യൂസ് ആണ് അവിടെ നിന്ന്. അവിടെ നിന്നുള്ള വ്യൂസൊക്കെ നമുക്ക് വഴിയെ കാണാം കേട്ടോ. ആദ്യം പോയി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം കേട്ടോ. അത്യാവശ്യം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് പ്രോപ്പർട്ടിയുടെ വ്യൂ പോയിന്റ് കാണാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിംഗ് ഏരിയ. ഇവിടെ ഇരുന്നാലും മൂന്നാർ ഗ്യാപ്പ് റോഡിൻ്റെ ഒരു പനോരമിക് വ്യൂ കിട്ടും കേട്ടോ. പെരിയകനാൽ എസ്റ്റേറ്റിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും നമുക്ക് ഇതുപോലെ തേയിലത്തോട്ടം തൊട്ടടുത്ത് കാണാൻ പറ്റും കേട്ടോ. മൂന്നാറിന്റെ തിക്കും തിരക്കിൽ നിന്നും മാറി ഈ റിസോർട്ടിന്റെ പേര് പോലെ തന്നെ എപ്പോഴും കോടമഞ്ഞിന്റെ കുളിര് ആസ്വദിക്കാൻ പറ്റുന്നിടത്താണ് മിസ്റ്റി കോർട്ട്യാർഡ് സ്ഥിതി ചെയ്യുന്നത്. അതായത് കുറച്ച് റൂംസേ ഉണ്ടാവുള്ളൂ, പക്ഷെ ഉള്ള റൂംസ് കിട്ടുമായിരിക്കും. അപ്പൊ കാണണ്ടേ? റൂം ടൂർ കണ്ടേ? ഒരു കൊളോണിയൽ സ്റ്റൈൽ ബംഗ്ലാവാണ് പ്രോപ്പർട്ടിയുടെ മെയിൻ ബിൽഡിംഗ്. ഈ റിസോർട്ടിൽ മെയിനായിട്ട് 3 കാറ്റഗറി റൂംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് കാറ്റഗറിയായ ഡീലക്സ് റൂമിന്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഹലോ. കയറി വരുമ്പോൾ തന്നെ ഇവിടെ കുറച്ച് കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഡീലക്സ് കാറ്റഗറിയിൽ 5 റൂംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ പ്രോപ്പർട്ടിയിലെ ബേസിക് കാറ്റഗറി റൂമാണ് കേട്ടോ ഇത്. മച്ചൊക്കെ ആയിട്ട് നല്ല ജനലുകളോടുകൂടി നല്ല വെന്റിലേഷനുള്ള ക്യൂട്ട് ലിറ്റിൽ റൂമാണ് കേട്ടോ ഇത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബെഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാണ്ട് ഒരു വർക്ക് ടേബിൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഫാനും AC ഒന്നും ഇല്ല കേട്ടോ, പക്ഷേ അതിൻ്റെ ആവശ്യമേ ഇല്ല. ഇനി നമുക്ക് ഇവിടുത്തെ വാഷ്റൂം കാണാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഷ്റൂമാണ്. സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഷവർ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഡീലക്സ് റൂമിൻ്റെ കാഴ്ചകൾ. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതുപോലത്തെ 5 റൂംസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു വലിയ ഫാമിലി ആയിട്ടൊക്കെ വരാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ മൊത്തമായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. നമുക്കിനി ഈ ബിൽഡിങ്ങിൻ്റെ ടോപ്പ് ഫ്ലോറിലുള്ള സ്വീറ്റ് കാറ്റഗറി റൂം പരിചയപ്പെടാം. കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് വേണം കേട്ടോ നമ്മൾ സ്വീറ്റ് കാറ്റഗറി റൂമിൽ എത്തുവാനായിട്ട്. കയറുവാൻ അധികം പ്രയാസമൊന്നുമില്ലാത്ത സ്റ്റെപ്പുകളാണ് കേട്ടോ. ഈ പ്രോപ്പർട്ടിയുടെ പ്രമൈസസ് ചെറുതാണെങ്കിലും പ്രോപ്പർട്ടി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവരെ മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നുണ്ട് കേട്ടോ. സ്വീറ്റ് കാറ്റഗറിയിൽ ഇവിടെ 2 റൂംസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2 ഫാമിലി ആയിട്ട് വന്നാൽ ഈ സ്വീറ്റ് കാറ്റഗറി റൂം 2 നമുക്ക് എടുക്കാം. അപ്പോൾ ടോപ്പ് ഫ്ലോർ മൊത്തം നമുക്കായിട്ട് കിട്ടും. കയറുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് ഒരു ബാർ സെറ്റപ്പാണ് കേട്ടോ. പക്ഷെ ഇവിടെ ഡ്രിങ്ക് ഒന്നും സെർവ് ചെയ്യുന്നില്ല. നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവന്നാൽ കഴിക്കാം. ഇതാണ് നമ്മളുടെ റൂം. ഹലോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കുന്ന റൂം. ഇതൊരു 180 ഡിഗ്രി വ്യൂ ഉള്ളൊരു റൂമാണ് കേട്ടോ. കണ്ട ഫുൾ ഗ്ലാസ് ആണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബെഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വർക്ക് ടേബിൾ ഉണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള വർക്ക് ടേബിളാണ് കേട്ടോ.
ടീ കോഫി കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വിൻഡോ ഉണ്ട്, നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് നമ്മളുടെ ടീ പ്ലാന്റേഷൻ്റെ ഒരു എൻ്റയർ വ്യൂ നമുക്ക് കിട്ടും. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ്. ഫുള്ളിങ്ങനെ ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് പെനോറമിക് വ്യൂ നമുക്ക് കാണാൻ പറ്റും കേട്ടോ റൂമിൻ്റെ അകത്ത് നിന്ന് തന്നെ. ഇനി നമുക്ക് ഇവിടുത്തെ വാഷ്റൂം കാണാം. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട് സെപ്പറേറ്റഡ് ആയിട്ട്. അതിൻ്റെ സൈഡിലായിട്ടാണ് വാഷ്റൂം വരുന്നത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഷ്റൂമാണ്. സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഷവർ ക്യൂബിക്കിളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൂന്നാറിൽ ഒരുപാട് റിസോർട്ടുകളിൽ താമസിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു വ്യൂ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ബാൽക്കണി കാണാം. ഈ ബാൽക്കണിയിൽ നിന്നാൽ കോട ഇങ്ങനെ റൂമിലേക്ക് ഇങ്ങനെ അടിച്ചു കയറുന്നത് നമുക്ക് കാണാൻ പറ്റും. ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കോട ഇങ്ങനെ കയറുന്ന ഒരു വീഡിയോ ഞാൻ റീലായിട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ, കണ്ടു നോക്കണേ. നമുക്കിനി ഈ റിസോർട്ടിലെ മറ്റൊരു കാറ്റഗറി റൂം പരിചയപ്പെടാം. ഇതൊരു റൂമല്ല കേട്ടോ, ഇതൊരു ഇൻഡിപെൻഡൻറ്റ് വില്ലയാണ്. മെയിൻ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടി വേണം നമുക്ക് ഈ വില്ലയിലേക്ക് കയറുവാനായിട്ട്. ഇവിടെ ഈ ഇൻഡിപെൻഡൻറ്റ് വില്ലയുടെ ഒരു ഔട്ട്ഡോർ ഡൈനിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വില്ലയുടെ കാഴ്ചകൾ കാണാം. ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അൾട്രാ മോഡേൺ വില്ലയാണ് കേട്ടോ. ഇൻറ്റീരിയേഴ്സൊക്കെ ചെയ്തിരിക്കുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കൗച്ച് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സോഫ കം ബെഡാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ വാഷ്റൂമാണ് കാണേണ്ടത്. അപ്പോൾ വാ, നമുക്ക് വേഗം വാഷ്റൂമിലെ കാഴ്ചകൾ കാണാം. എന്തായാലും ഞെട്ടാൻ തയ്യാറായിക്കോ. ഇവിടുത്തെ വാഷ്റൂമിലെ വ്യൂ അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്നുകൊണ്ട്, അതായത് ബാത്റൂമിൽ നിന്നുകൊണ്ട് എത്ര ഫോട്ടോ എടുത്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല. വിൻഡോ ഷീൽഡഡ് ആണ്, പുറത്തുനിന്ന് ഒന്നും ഇങ്ങോട്ട് കാണാൻ പറ്റില്ല കേട്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ വിശാലമായിട്ടുള്ള ബാൽക്കണി ഏരിയ കാണാം. ഇവിടെ നിന്ന് നോക്കിയാൽ ഗ്യാപ് റോഡിൻ്റെയും പെരിയ കനാൽ എസ്റ്റേറ്റിൻ്റെയും ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് കിട്ടും. ഹണിമൂൺ കപ്പിൾസിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഇത്. നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് കോട ഇങ്ങനെ മേഘം പോലെ ഒഴുകി നടക്കുന്ന കാഴ്ചയുണ്ടോ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് ഭംഗിയാണെന്നറിയോ, നല്ല അസല് തണുപ്പാണ് കേട്ടോ ഇവിടെ. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 10 മണിയായിട്ടുണ്ട്. ഇവിടെ വെൽ ലിറ്റപ്പ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല കാറ്റും കോടയാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് ഫ്രം മിസ് ടീ കോർട്ട്യാർഡ്. ഇന്നലെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. രാത്രി ഡിന്നറൊക്കെ അടിപൊളി ഡിന്നറായിരുന്നു. ഇപ്പം നമ്മൾ സൺറൈസ് കാണാനായിട്ട് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു സൺറൈസ് പോയിന്റിലേക്ക് പോവാണ്. സൺറൈസിൻ്റെ ഒരു ടൈം ലാപ്സ് വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ സൺറൈസിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഏകദേശം ഒരു 6 മണിയായപ്പോൾ തന്നെ ഇവിടെ എത്തിയിട്ടോ. നമ്മുടെ റിസോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സൺറൈസ് പോയിന്റ്. ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. സൺറൈസൊക്കെ കണ്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് ഞങ്ങളുടെ റൂമിലെത്തി ബാൽക്കണിയിൽ ഇരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കോട കണ്ടോ. നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പറഞ്ഞിരിക്കുന്നത് ബ്രെഡ് ഓംലെറ്റും കോഫിയാണ്. ഒരു വല്ലാത്ത വൈബാണ് കേട്ടോ ഇവിടെ ഇരിക്കുമ്പോൾ. അതായത് കോടമഞ്ഞും പിന്നെ കിളികളുടെ സൗണ്ടും ഒക്കെ ആയിട്ട് സൂപ്പറായിട്ടുണ്ട്. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. മൂന്നാറിൽ എനിക്ക് ബ്രെഡ് ഓംലെറ്റ് എന്ന് പറഞ്ഞാൽ മസ്റ്റാണ് മൂന്നാർ വന്നാൽ. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടുപിടിച്ചൊരു പ്രോപ്പർട്ടി ആണെങ്കിൽ എനിക്ക് ഇവിടുത്തെ റൂമും ക്ലെൻലിനെസ്സും സർവീസും ഹോസ്പിറ്റാലിറ്റിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് കോടമഞ്ഞൊക്കെ ആസ്വദിച്ച് പ്രിയപ്പെട്ടവരോടൊപ്പം ന്യൂ ഇയർ ആഘോഷിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ റിസോർട്ട് സെലക്ട് ചെയ്യാം. നിങ്ങളെന്തായാലും ഒരിക്കലും നിരാശപ്പെടുത്തില്ല കേട്ടോ. ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവർ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താം കേട്ടോ. ഇവിടെ ഭയങ്കര സെൽഫി ആൻഡ് ഫോട്ടോ സെഷനാണ്. ഞങ്ങൾ ഈ പ്രോപ്പർട്ടി ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യണ്ടേ? വേഗം പോന്നോളൂ കേട്ടോ. അപ്പോൾ ടാറ്റ ആൻഡ് ബൈ ബൈ ഫ്രം ബാക്ക് പാക്ക് കപ്പിൾ.